എൻ്റെ ക്ലിനിക്കിൽ വരുന്ന മിക്ക പാരൻസിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ് തൻ്റെ കുട്ടികളുടെ വായിലുള്ള പല്ലിന് എന്തെങ്കിലും കേട് പറ്റിയാൽ അത് റിപ്പയർ ചെയ്യണോ, പൈസ മുടക്കണോ, പെർമനൻറ്റ് ടൂത്ത് വന്ന് അത് ഫില്ലാവത്തില്ല എന്നുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള ഫാക്ട്സ് എന്നാൽ നമുക്കിപ്പോൾ വിശദമായി തന്നെ പഠിക്കാം. കുട്ടികളുടെ വായിലുള്ള മിൽക്ക് ടൂത്ത് അഥവാ പാൽപ്പല്ലുകൾക്ക് 2 ടൈപ്പ് ഫങ്ഷൻസാണ് ഉള്ളത്. ഒന്ന്, നമുക്കറിയുന്ന പോലെ കുട്ടികൾ അതുകൊണ്ട് ചവയ്ക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്, ആ പല്ലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അടുത്ത പല്ലുകൾ, അതായത് വരാൻ പോകുന്ന പെർമനൻറ്റ് ടൂത്തിനുള്ള സ്പേസ് മെയിൻ്റനൻസ്, അതായത് ആ പല്ലിൻ്റെ സ്ഥലത്തിലേക്കാണ് പെർമനൻറ്റ് ടൂത്ത് വരാനുള്ളത്. എന്തെങ്കിലും കാരണവശാൽ ഒന്നെങ്കിൽ ഏർലി, അതായത് സമയത്തിന് മുമ്പേ പല്ല് പറഞ്ഞു പോവുക, സമയം കഴിഞ്ഞിട്ട് പല്ല് പറഞ്ഞു പോവുക ചെയ്യുകയാണെങ്കിൽ വരാൻ പോകുന്ന പെർമനൻറ്റ് പല്ലുകൾ ഒന്നെങ്കിൽ അതായത് വായിൻ്റെ പുറത്തേക്കോ വായിൻ്റെ അകത്തേക്കോ വരുന്ന സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏത് പ്രായത്തിലാണ് കുട്ടികളെ ഫസ്റ്റ് ടൈം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കേണ്ടത്? ഇത് വളരെ റിലവൻ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റാണ്, ഒരു ടോപ്പിക്കാണ്. അതായത് ADA, അമേരിക്കൻ ഡെൻ്റൽ അസോസിയേഷൻ്റെ നോംസ് പ്രകാരം 3 വയസ്സ് മുതൽ തന്നെ കുട്ടികളെ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ട്. 3 വയസ്സിൽ കൊണ്ടുവരുന്ന കുട്ടിക്ക് നമുക്ക് ഈസി ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ എറപ്ഷൻ കറക്റ്റാണോ, അല്ലെങ്കിൽ വരുന്ന പല്ലുകൾ കറക്റ്റായി വരുന്നുണ്ടോ, സ്ഥലം കറക്റ്റായിട്ടാണോ വരുന്നത്, പിന്നെ നേഴ്സിംഗ് ബോട്ടിൽ ക്യാരീസ് ഉണ്ടോ, ചിത്രത്തിൽ കാണുന്ന പോലെ ടങ് ടൈ അല്ലെങ്കിൽ ലിപ് ടൈ ഉണ്ടോ. ഈ 2 സംഭവങ്ങൾ വന്നാലും നമുക്ക് കുട്ടികളുടെ സംസാരത്തെയും കാര്യങ്ങളും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് ആകാൻ പറ്റും, അതായത് ജനിക്കുമ്പോൾ തന്നെ വായിലോ പല്ലിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ഓപ്പൺ ബൈറ്റ് ഉണ്ടോ, ക്ലോസ് ബൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഫങ്ഷൻസ്, അതായത് വായിൽ വിരലിടുക, നഖം കടിക്കുമ്പോൾ അങ്ങനെ വല്ലതും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്ത് അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. 3 വയസ്സിൽ കൊണ്ടുവരുന്നതിൻ്റെ ബാക്കി ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് കുട്ടിക്ക് ഒരു ഡെൻ്റൽ ക്ലിനിക്കുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവുകയും അത് മൂലം ഫോബിയ, അതായത് ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് വരുന്നതിനുള്ള പേടി ഒഴിവാക്കാനുള്ള ഒരു ഗുണവും കിട്ടും. പിന്നെ 3 വയസ്സിൽ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന അതിൻ്റെ ഒരു ഗുണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെൻറ്റിസ്റ്റ് കുട്ടികളെ എങ്ങനെ പല്ല് തേക്കാമെന്ന് പഠിപ്പിക്കുന്നു. അത് പ്രോപ്പറായി പഠിച്ചാൽ ജീവിതകാലം മൊത്തം ആ കുട്ടിക്ക് അത് ഓർമ്മയുണ്ടാവുകയും ആ ഒരു പ്രൊസീജിയറാണ് പിന്നെ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇനി കേടായ പല്ലുകൾ അവിടെ ഇരിക്കുകയാണ്, അൺട്രീറ്റഡായി ഇരിക്കുകയാണെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻഫെക്ഷൻ വരാൻ പോകുന്ന പെർമനൻറ്റ് പല്ലുകളിലേക്ക് അത് സ്പ്രെഡ് ആവും. പിന്നെ എറപ്റ്റ് ചെയ്യുന്ന പല്ലുകൾ ആദ്യമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നല്ലത് തോന്നുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക.